വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈസി അറബിക് ലേണിംഗ് കോഴ്സ് ഇൻ മലയാളം ഭാഗം 10. ഇന്നൊരു സംഭാഷണമാണ് നമ്മൾ പഠിക്കുന്നത്. ആ സംഭാഷണത്തിൻ്റെ പുതിയ പദങ്ങൾ ആദ്യം നോക്കാം. അൽ കലിമാത്തുൽ ജദീദ. അൽ കലിമാത്തുൽ ജദീദ. കലിമാത്ത് എന്ന് പറഞ്ഞാൽ പദങ്ങൾ, വേർഡ്സ്. അൽ ജദീദ ന്യൂ വേർഡ്സ്. ജവ്വാലുൻ, സല്ലാജത്തുൻ, സാഅത്തുൻ. ജവ്വാലുൻ എന്ന് പറഞ്ഞാൽ മൊബൈല്, സല്ലാജത്തുൻ എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ്, സാഅത്തുൻ വാച്ച്, സാഅത്തുൻ വാച്ച്. ഹാസൂബുൻ കമ്പ്യൂട്ടർ, ഹാസൂബുൻ കമ്പ്യൂട്ടർ. തിൽഫാസുൻ ടെലിവിഷൻ, ക്യാമറന്. ഓക്കെ, ഇനി ഈ പദങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു സംഭാഷണമാണ്. അൽ ഹിവാറു സാനി. ഹിവാർ എന്ന് പറഞ്ഞാൽ കൺവെർസേഷൻ, അസാനി രണ്ടാമത്തെ കൺവെർസേഷൻ, ഒന്നാമത്തെ കഴിഞ്ഞല്ലോ. അന ദാഹിബുൻ ഇലസ്സൂഖി. അന ഞാൻ, ദാഹിബുൻ ഇലസ്സൂഖി മാർക്കറ്റിലേക്ക് പോകുന്നു. ദാഹിബുൻ പോകുന്നു, ഇലസ്സൂഖി മാർക്കറ്റിലേക്ക്. മാതാ തുരീദു മിനസ്സൂഖി. മാതാ എന്താണ്, തുരീദു ഞാൻ ഉദ്ദേശിക്കുന്നത്, മിനസ്സൂഖി മാർക്കറ്റിൽ നിന്ന്. ഉരീദു അൻ അസ്തരിയ ജവ്വാലൻ വഹാസൂബൻ. ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു, അൻ അസ്തരിയ വാങ്ങാൻ, ജവ്വാലൻ വഹാസൂബൻ ഒരു മൊബൈലും ഒരു കമ്പ്യൂട്ടറും. ഇനി അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ് പരിശീലിക്കണം. രണ്ടാൾ തമ്മിൽ സംസാരിക്കുന്ന ആ സംസാരം പ്രാക്ടീസ് ചെയ്താലേ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അന ദാഹിബുൻ ഇലസ്സൂഖ്, മാതാ തുരീദു മിനസ്സൂഖ്, ഉരീദു അൻ അശ്തരിയ ജവ്വാലൻ വഹാസൂബൻ. ഇനി വേറൊരു രംഗം. ഫിസ്സൂഖി ഇൻദ മഹല്ലിൽ ജവ്വാലാത്ത്. മാർക്കറ്റിലേക്കാണല്ലോ പോകുന്നത്. ഫിസ്സൂഖി ആൾ മാർക്കറ്റിലെത്തി. ഇൻദ മഹല്ലിൽ ജവ്വാലാത്ത്. ജവ്വാലാത്ത് മൊബൈലുകളുടെ മഹല്ല് എന്ന് പറഞ്ഞാൽ ഷോപ്പ്. മൊബൈൽ ഷോപ്പിൻ്റെ അടുത്ത്, ഇൻദ അടുത്ത്, മൊബൈൽ ഷോപ്പിൻ്റെ അടുത്ത് മാർക്കറ്റിലുള്ള സംഭാഷണം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഹൽ ലദൈക ജവ്വാലൻ അസ്വദൽ ലൗനി. ഹൽ ലദൈക. ഹൽ എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു പദമാണ്. ലദൈക നിൻ്റെ അടുക്കൽ ഉണ്ടോ. ലദൈക നിൻ്റെ അടുക്കൽ ഉണ്ടോ. ജവ്വാലൻ മൊബൈലുണ്ടോ. അസ്വദൽ ലൗനി കറുത്ത നിറത്തിലുള്ള. അസ്വദ് എന്ന് പറഞ്ഞാൽ കറുപ്പ്, ലൗന് നിറം, കറുത്ത നിറത്തിലുള്ള മൊബൈൽ നിൻ്റെ അടുക്കൽ ഉണ്ടോ. നഅം അതെ. ഐന്ദി എൻ്റെ അടുക്കലുണ്ട്. ഹാദിഹിൽ ജവ്വാലാത്തു ബില്ലൗനിൽ അസ്വദി. നഅം ഐന്ദി ഹാദിഹിൽ ജവ്വാലാത്തു ബില്ലൗനിൽ അസ്വദി. അതെ, ഐന്ദി എൻ്റെ അടുക്കലുണ്ട്. ഹാദിഹിൽ ജവ്വാലാത്തു ഈ കാണുന്ന മൊബൈലുകൾ, ബില്ലൗനിൽ അസ്വദി കറുത്ത കളർ, ബ്ലാക്ക് കളർ മൊബൈൽ എൻ്റെ അടുത്ത് ഈ കാണുന്നവകളുണ്ട്. ബികം ഹാദൽ ജവ്വാൽ. ബികം ഹാദൽ ജവ്വാൽ. ബികം എത്രയാണ്, ഹാദൽ ജവ്വാൽ ഈ മൊബൈലിൻ്റെ പൈസ എത്രയാണ്. കം എന്ന് പറഞ്ഞാൽ എത്ര. ഹാദൽ ജവ്വാലു ബി 500 റിയാൽ. ഹാദൽ ജവ്വാലു ഈ മൊബൈല് ബി 500 റിയാൽ. 500 എന്ന് പറഞ്ഞാൽ 500 റിയാൽ, 500 റിയാലാണ്. അവിടെ ബി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, 500 ദിർഹംസിന് എന്ന് നമ്മൾ പറയുമല്ലോ. ഈ മൊബൈൽ 500 ദിർഹംസിന് ഞാൻ നൽകാം എന്ന അർത്ഥത്തിലാണ് അവിടെ ബി കൊടുത്തിട്ടുള്ളത്. ഹസനൻ. ഹസൻ എന്ന് പറഞ്ഞാൽ ഓക്കെ. ഹസനൻ ഓക്കെ. തഫദ്ദൽ ഹാദാ സമനുൽ ജവ്വാൽ. തഫദ്ദൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ അർത്ഥമില്ല. നമ്മൾ പ്ലീസ് എന്ന് പറയുമല്ലോ, പ്ലീസ്, ആ അർത്ഥത്തിലാണ് തഫദ്ദൽ.
ഹാദ ഇതാണ്, ഇത് സമനുൽ ജവ്വാൽ മൊബൈലിൻ്റെ വിലയാണ്. സമനുൽ ജവ്വാൽ മൊബൈലിൻ്റെ വില. സമൻ എന്ന് പറഞ്ഞാൽ വില. ശുക്രൻ ലക് താങ്ക് യു, താങ്ക് യു അതാണ് ശുക്രൻ ലക്. ശുക്രൻ താങ്ക് ലക്ക യു, ശുക്രൻ ലക് താങ്ക് യു. തദ്രീബ് ഇനി ഒരു കൺവെർസേഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിനിങ് ആണ്. ഇഖ്തർ അൽ കലിമത്ത് സ്വഹീഹത കമാ ഫി ദർസി. ഇഖ്തർ സെലക്ട് അൽ കലിമത്ത് സ്വഹീഹ കറക്റ്റ് വേർഡ് കമാ ഫി ദർസി ഈ പറഞ്ഞ ക്ലാസ്സിൽ ഉള്ളതുപോലെ. അന ദാഹിബുൻ ഇല എന്താണ്? അന ഞാൻ, ദാഹിബുൻ ഇല പോകുന്നു, അൽ മത്താർ മത്താറിലേക്ക് പോകുന്നതാണ് ഇവിടെ പറഞ്ഞത്, അല്ല അസ്സൂഖ് സൂഖിലേക്കാണോ? മത്താർ എന്ന് പറഞ്ഞാൽ എയർപോർട്ട്, സൂഖ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്. ഉരീദു അൻ അഷ്തരിയ ഞാൻ വാങ്ങുന്നു, വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഐ വാണ്ട് ടു ബൈ എന്താണ്? സല്ലാജത്തൻ വ തിൽഫാസൻ ടെലിഫിസ്യൂൻ ടി വിയും അതുപോലെ റെഫ്രിജറേറ്ററും ഫ്രിഡ്ജുമാണോ? അതല്ല ജവ്വാലൻ വ ഹാസൂബൻ മൊബൈലും കമ്പ്യൂട്ടറാണോ? ബിക്കം ഹാദ എത്രയാണിത്? അൽ ജവ്വാലു മൊബൈലിനെ കുറിച്ചാണോ ചോദിച്ചത്? അസാഅത്ത് അതല്ല വാച്ചിനെ കുറിച്ചാണോ ചോദിച്ചത്? അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുവാനും ആ സംഭാഷണത്തിൽ കഴിഞ്ഞുപോയ പ്രധാനപ്പെട്ട പദങ്ങളെ തിരിച്ചറിയാനുമാണ് ഈ ഒരു എക്സസൈസ് കൊടുത്തിട്ടുള്ളത്. ഉക്തുബ് മാ തദുല്ലു അലൈഹി അസ്സുവറുൽ ആതിയ. എക്സസൈസ് നമ്പർ 2. ഉക്തുബ് എഴുതുക, മാ തദുല്ലു അലൈഹി അസ്സുവറുൽ ആതിയ താഴെ പറയുന്ന പിക്ചറിൽ കാണുന്നവകൾ അങ്ങനെ തന്നെ അതിൻ്റെ പിക്ചർ എഴുതാം. മൊബൈലിന് എന്താ പറയുക? അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളിവിടെ പറഞ്ഞു തരൂല, അത് നേരത്തെ പറഞ്ഞതിൽ നിന്ന് നമ്മൾക്ക് ഗ്രഹിച്ചെടുത്ത് ഇവിടെ എഴുതണം. മൊബൈലിന് ഞാൻ പറഞ്ഞുതരാം, ജവ്വാൽ എന്നാണ് പറഞ്ഞത്. പിന്നെ മൊബൈലിൻ്റെ പല പദങ്ങളും പല നാടുകളിലും പറയാറുണ്ട്. ജവ്വാൽ ചിലയിടത്ത് മഹ്മൂൽ എന്ന് പറയലുണ്ട്, ചിലയിടത്ത് മൊബൈലും തന്നെ പറയും. ഏതായാലും ഇവിടെ ജവ്വാൽ എന്ന് എഴുതാം. വാച്ചിന് അസ്സാഅ എന്നാണ്. പിന്നെന്താണ്? ഫ്രിഡ്ജിന് അത് നിങ്ങൾ പറയണം എന്താണെന്നുള്ളത്. ഫ്രിഡ്ജ്. അതുപോലെ കമ്പ്യൂട്ടറിന് എന്താ പറയുക? ടി വിക്ക് എന്താ പറയുക? ക്യാമറക്ക് എന്താണ് പറയേണ്ടത് പറയുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.